അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും രസകരമായ സംസാരം ശരിക്ക് അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സംസാരമാണ്. നമ്മൾ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ ഖുർആൻ മുഅ്ജിസത്ത് എന്നാണ് പറയല്. പക്ഷേ എനിക്ക് തോന്നാറുള്ളത് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് കുറഞ്ഞ വർത്തമാനമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഒരു മുഅ്ജിസത്ത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി മുഅ്ജിസത്തുകളുടെ ഒരു കലവറയാണ് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഖുർആനെക്കുറിച്ചുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു ഒരു ഒരു വലിയ അത്ഭുതം കണ്ടുവന്നിട്ട് അത് ബാക്കിയുള്ളവരോട് പറയുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഖുർആൻ എന്നുള്ളത്. ഇപ്പോൾ ഖുർആനെക്കുറിച്ച് പറയുന്നിടത്ത് നിങ്ങൾ ഖുൽ ഇൻ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി എന്ന് പറയും. ലനഫിദൽ ബഹർ എന്ന് പറയും. അപ്പോൾ ശരിക്കും നമ്മൾ അവസാനം വലോ ജിനാ ബിമിത്ലിഹി മദദ എന്ന് പറയുന്നത് ഒരുപാട് സമുദ്രങ്ങളെ കുറിച്ചുള്ള ഒരു വർത്തമാനമാണ് ഖുർആനെക്കുറിച്ചുള്ള വർത്തമാനം എന്ന് പറയുന്നത്. പക്ഷെ ആ സമുദ്രത്തെ മഹാഭൂരിപക്ഷം ആളുകളും കരയിലിരുന്ന് ഇങ്ങനെ തിരയെണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുക. അതായത് മുഅ്ജിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും പലതരത്തിലുള്ള മുഅ്ജിസത്തുകൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ മൂസാ നബിയുടെ ആ വടി അടിച്ചിട്ട് സമുദ്രം പിളർന്നത്, സാലിഹ് നബിയുടെ ആ പാറ പൊട്ടി ഒട്ടകം പുറത്തു വരുന്നത്, ഇതൊക്കെ അന്നത്തെ കാലത്തും ആ തലമുറയ്ക്കൊരു മുഅ്ജിസത്തായിരുന്നു. ഇപ്പോൾ മൂസാ നബിയുടെ ഇസ്ലാമയുടെ കാലത്തുള്ള സമുദ്രം പിളർന്നത് നോക്കുക. ആ സമുദ്രം പിളർന്നു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ അവർക്ക് ഭയങ്കര അത്ഭുതമാണ്. പക്ഷെ അതിനുശേഷം വരുന്ന തലമുറയോട് പിതാക്കന്മാർ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നും. അതിന് ശേഷം വരുന്ന തലമുറക്ക് പിന്നെ അതൊരു അത്ര വലിയൊരു അത്ഭുതമൊന്നും ഉണ്ടാവില്ല. അതേസമയം ഖുർആന്റെ ഒരു പ്രത്യേകത, ആ മുഅ്ജിസത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഏത് തലമുറയ്ക്കും അവസാനം വരെയുള്ള മനുഷ്യാവസാനം വരെയുള്ള തലമുറകൾക്ക് അതിങ്ങനെ അതിൻ്റെ ഓരോ ആയത്തുകൾ ഇങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ അതിലൊക്കെ നേരത്തെ പറഞ്ഞ ഒരു വടിയും അല്ലെങ്കിൽ ഒരു ഒട്ടകവും ഒക്കെ ഓരോ ആയത്തിലുണ്ട്. പക്ഷെ നമ്മൾ ആ വടിയിലേക്ക് അല്ലെങ്കിൽ ഒട്ടകത്തിലേക്ക് അത്തരം അത്ഭുതങ്ങളൊക്കെ കാലത്തെ അതിജയിക്കാൻ പറ്റുന്ന അത്ഭുതങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ പറഞ്ഞ രൂപത്തിൽ അത് ഉദ്ധരണികൾ മാത്രമാണ്. പക്ഷെ ജീവിക്കുന്നൊരു അത്ഭുതം, ലോകാവസാനം വരെ ജീവിക്കുന്നൊരു അത്ഭുതം. കാരണം ഖുർആൻ സ്വയം വെല്ലുവിളിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി ഖുർആൻ സ്വയം അതിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം ഇന്നക ലമിനൽ മുർസലീൻ, നീ ദൈവദൂതരിൽ പെട്ടവനാണ്. എന്താ തെളിവ്? ഈ ഖുർആൻ തന്നെ സത്യം. അതൊരു വല്ലാത്തൊരു പ്രഖ്യാപനമാണത്. തീർച്ചയായിട്ടും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായ അടയാളമായിട്ട് ഖുർആൻ സ്വയം അതിന് പറയുകയാണ്, അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. ആ അത്ഭുതം ഏതോ ചില പണ്ഡിതന്മാർക്ക് മാത്രം തിരിയണേ അല്ലെങ്കിൽ കുറച്ച് സയൻസ് അറിയുന്നവർക്ക് തിരിയണേ എന്നുള്ള രൂപത്തിലാവാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാ ആളുകൾക്കും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പ്രവാചകത്വം അത് എല്ലാ ജനങ്ങൾക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഹുദൽ ലിന്നാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് മനുഷ്യനും, എത്ര സാധാരണക്കാരനായ മനുഷ്യനും അവരുടേതായ രീതിയിൽ ആ അത്ഭുതം ശരിക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതാണ് ഖുർആന് പഠിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറയുന്ന എന്താണ് അപ്പോൾ ഇത് ഒരാൾ നാളെ പഠിച്ചവൻ്റെ അടുത്ത് നിന്നിട്ട് ഇതിൽ എനിക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫൈന്നമാ യസ്സർനാഹു ബിലിസാനിക ലിതുബശ്ശിറ ബിഹിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് വലിതുന്ദിറ ബിഹി ഖൗമൽ ലുദ്ദ എന്ന് പറയുന്നത് സൂറത്ത് മറിയമിൽ. താങ്കളുടെ ഭാഷയിൽ അത് വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഖുർആനെ കുറിച്ചുള്ള ചർച്ചയിൽ എന്താ പറയുക, ഇത് പഠിക്കാൻ ഭയങ്കര റിസ്ക്കാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഒരു പ്രിജുഡൈസ്, ഒരു മുൻധാരണയോട് കൂടി ആളുകൾ ഇതിനെ സമീപിക്കുമ്പോഴാണ് ആ ഒരു ശരിക്ക് ലിസാന ഖൗം എന്നുള്ളത് എല്ലാ പ്രവാചകന്മാരും അവരുടേതായ, അതായത് ആ കാലഘട്ടത്തിൽ ആ ജനതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഭാഷയിൽ സംസാരിച്ച പ്രവാചകന്മാരുള്ളത്. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഭാഷയിലായിരുന്നു എന്നതുകൊണ്ട് മാത്രം മറ്റു ഭാഷക്കാർക്ക് അത് തിരിയാതിരിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അറബിയിലാണ്, ശരിയാണ്. പക്ഷെ ആ അറബി ഭാഷയിൽ ആ ഖുർആൻ അവതരിച്ചതിൻ്റെയും ആ ഖുർആന്റെ ഭാഷാ പ്രയോഗങ്ങളുടെയൊക്കെ സത്യാവസ്ഥ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ല അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഇത് അതായത് അന്നത്തെ അറബി ഭാഷ നോക്കൂ, ഇപ്പോൾ ഉപയോഗിക്കുന്ന മോഡേൺ അറബിക് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന ഭാഷ നോക്കൂ,
സെയിം ആണ്. അതേസമയം നമ്മൾ മറ്റേതെങ്കിലും ഒരു ഭാഷ, ഇപ്പൊ ഇംഗ്ലീഷ് എടുത്തു നോക്കിയാൽ ഷേക്സ്പിയറിയൻ ഇംഗ്ലീഷ് മാറിയിട്ട് നമുക്കൊട്ടും മനസ്സിലാവും. ഈവൻ മലയാളം ഇപ്പൊ ഒരു 50 വർഷം മുമ്പത്തെ എഴുതിയ ഒരു നോവൽ ഇപ്പൊ എടുത്ത് നമ്മൾ വായിച്ചാലേ നമുക്ക് മനസ്സിലാവൂല. അതേസമയം ഖുർആന്റെ പ്രത്യേകത, നമ്മൾ അറബി ഭാഷ പഠിക്കുക ശരിയാണ്, ആളുകൾ പറയുന്നിടത്ത് കുറച്ച് കാര്യമുണ്ട്. എന്ത് ഗ്രാമർ, അതിന്റെ സർഫ്, നഹ്വ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നും. പക്ഷെ അതേസമയം ആ ഭാഷ എന്തൊക്കെ ആയാലും നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി നമുക്കൊന്ന് മാറ്റിമറിച്ചാൽ, അതല്ലെങ്കിൽ നമുക്കത് പഠിക്കാൻ എളുപ്പമാണ് എന്ന് ഖുർആന്റെ തന്നെ വാഗ്ദാനത്തെ നമ്മൾ സ്വീകരിച്ചിട്ട് അതിന്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായി. അതിൽ ശരിക്കും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാധനവും, അള്ളാഹുവിന് ബാധകമാകുന്ന മിക്കവാറും കാര്യങ്ങൾ ഖുർആന് ബാധകമാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഖരീബാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖരീബാണ് എന്ന് പറയുന്നത് ഖുർആന് യഥാർത്ഥത്തിൽ മനുഷ്യന് ഖരീബാണ്. അതുപോലെ തന്നെ അള്ളാഹു റഹ്മത്താണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു കരീമാണ്, അള്ളാഹു മജീദാണ്, ഇങ്ങനെ കുറേ സംഗതികൾ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും എന്തിനു ബാധകമാണ്? ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ഇതൊക്കെ ഖുർആന് ബാധകമാണ്. എന്ന് മാത്രമല്ല ഖുർആന്റെ ഒരു ഇപ്പൊ അള്ളാഹിനെ കുറിച്ച് പറയുന്നുണ്ട് സാധാരണ, എന്താ പറയാ, ഇദാ അഖ്ബല അലയ്യ അബ്ദി യംശി അഖ്ബൽതു ഇലൈഹി ഹർവലതൻ, എൻ്റെ അടുത്തേക്ക് അടിമ ഒന്ന് നടന്നു വന്ന ഞാൻ അങ്ങോട്ട് ഓടിപ്പോകുമെന്നാണ്. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്കി, ഉമർ റളിയല്ലാഹുവിന് ഖുർആന്റെ അടുത്തുകൂടെ ഒന്ന് നടന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹുവിന് ആ യാത്ര തുടങ്ങുന്നത് ഉരീദ് മുഹമ്മദൻ, എനിക്ക് മുഹമ്മദിനെ കിട്ടണം, ഞാൻ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. എന്നിട്ടോ അതിൻ്റെ അടുത്ത് കൂടി ഒന്ന് പോയി. എന്ത് സംഭവിച്ചത്? അത് കേട്ടോടുകൂടി ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖ, ഇത് കേട്ടോടുകൂടി പിന്നെ തിരിച്ചു ചോദിക്കുന്നത് ദുല്ലൂനി അലാ മുഹമ്മദ്, എനിക്ക് മുഹമ്മദിനെ ഒന്ന് കാണിച്ചു തരുമോ? അതിന്റെ എടുത്തുകൂടെ പോയാൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളില്ലേ. അത് പടച്ചോനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. അന്ന് സഹോദരി ഫാത്തിമയും ഭർത്താവും അവിടെ ഖുർആൻ പഠിക്കുന്നതും അത് കേൾക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടാകുന്നതും അതൊക്കെ പഠിച്ചവൻ അതിലേക്കുള്ള വഴി നടത്തുകയായിരുന്നു ആ ഖുർആനിലേക്ക്. അതായത് അതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മളുടെ ഹൃദയം ഒരു അതാണ് സത്യത്തില് ഈ ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് നിമിത്തമായത് ഖുർആൻ കേട്ട മാത്രയിൽ ആദ്യമായി അനുഭവിക്കാൻ കഴിഞ്ഞ ആദ്യ അവസരത്തിൽ തന്നെ അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കീഴടക്കി എന്നുള്ളതാണ്. അപ്പൊ സൂറത്ത് ത്വാഹയാണ്, ത്വാഹ മാ അൻസൽന അലൈക്കൽ ഖുർആന ലിതശ്ഖ. അപ്പൊ ഖുർആൻ അവിടെ പ്രവാചകനോട് മറ്റൊരാൾ സംസാരിക്കണം. അവിടെ നാളിതുവരെ ഉമർ ഖത്താബ് അടക്കം കേട്ടിരിക്കുന്നത് മുഹമ്മദിന്റെ വരിയാണ് എന്നുള്ളതാണ്. ഇത് മുഹമ്മദ് ഉണ്ടാക്കിയ മുഹമ്മദിന്റെ കവിതകൾ, മുഹമ്മദിന്റെ സൃഷ്ടി, മുഹമ്മദിന്റെ വചനങ്ങൾ. പക്ഷെ ആദ്യ അവസരം കേൾക്കുമ്പോൾ തന്നെ എന്താണ്, ഇത് മുഹമ്മദിനോട് മറ്റാരോട് സംസാരിക്കുന്നത്? മാ അൻസൽന അലൈക്കൽ ഖുർആന, നിനക്ക് നാം ഈ വേദം നിന്നെ ഞെരുക്കാൻ വേണ്ടി ഇറക്കിയ. അപ്പൊ ആദ്യത്തെ തെറ്റിദ്ധാരണ ചിന്തിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഓരോ ആയത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഈ മക്കയിലെ പ്രമാണിമാർ പറഞ്ഞു വെച്ചതല്ലല്ലോ എന്ന ആ ഒരു, അതിപ്പോ ഒരു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മാത്രമല്ല, ഇപ്പൊ നമുക്ക് അത് വെച്ചിട്ട് സാധാരണ പറയാം, അതിപ്പോ ഒരു ഉയർന്ന ഒരു മനുഷ്യനല്ലേ. സാധാരണ കുട്ടികള്, അടിമകള്, ഇവരൊക്കെ ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ഹിജ്റ പോകുന്ന സമയത്ത് ഇബ്നുദ്ദഖിന എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ മിസ്ലുക ലാ യുഖ്റജ് വലാ യഖ്റുജ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു നിസ്കാരത്തിന് കണ്ട് നിന്നാൽ ഖിറാഅത്ത് ഓതി തുടങ്ങിയാൽ ആകെ പ്രശ്നമാണ് നാട്ടിൽ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, അടിമകൾ എല്ലാവരും ഈ ഖിറാഅത്ത് ഇങ്ങനെ കേട്ട് നിൽക്കുക. ഇപ്പം ഇത് നമ്മൾ സാധാരണ പറയാം, ഇതിപ്പോൾ ഏതോ പണ്ഡിതന്മാർക്കുള്ള സാധനമാണ്, അങ്ങനെയല്ല അതിൻ്റെ സ്വാധീനം. അതുകൊണ്ടാണല്ലോ അവർ ഖുർആനെ ഭയപ്പെട്ടത്. ഇന്ന് നമ്മളെ ഇപ്പോൾ എന്താണ് മുസ്ലിം വിദ്വേഷം അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിങ്ങളെ കുറിച്ച് പലതും പറയും, പക്ഷെ ഖുർആനെ കുറിച്ച് ആളുകളൊന്നും പറയുന്നില്ലല്ലോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് ഖുർആനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആന വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ. ആകെ അത് കേട്ടു പോകരുത്. തുഫൈൽ ഇബ്നു അംറു ദൗസിന്റെ ഒരു ചരിത്രമുണ്ട്. മുമ്പ് ചെവിയിൽ പഞ്ഞു വെച്ചിട്ട് അതായത് ഇത് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പിന്നെ എങ്ങനെയോ കേട്ടിട്ട്. അപ്പോൾ ഇത് കേൾക്കുന്നത് അവർ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ഇന്ന് ഖുർആനെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു സാധാരണ ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. പക്ഷെ നമുക്ക് ഒരുപാട് ഇപ്പോഴത്തെ ആധുനിക കാലത്തും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. അതായത് ആളുകൾ ഇതിനൊരു തുറന്ന മനസ്സോടുകൂടി സമീപിക്കുകയും എനിക്കിത് പഠിച്ചെടുക്കണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലാത്ത ഒരാളെ കുറിച്ചല്ല തന്നെ, അവരെക്കുറിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ വേറെ ഒരുപാട് കെട്ടിക്കൊടുക്കലുണ്ടെന്ന് വിചാരിക്കാം, കാരണം ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ. അതേസമയം
മുസ്ലിം സമൂഹത്തിൽ തന്നെ പെട്ട ഖുർആൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഖുർആൻ കിട്ടിയെങ്കിൽ എനിക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥമൊക്കെ അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ റമദാനിൽ തറാവേഹിലും ഖിയാമുല്ലയിലിനൊക്കെ ആളുകൾ നിൽക്കുമ്പോൾ ഇമാം ഓതുന്നു, അല്ലെങ്കിൽ ആളുകൾ കേൾക്കുന്നു, മക്കയിൽ നിന്നും ഒക്കെ ഇട്ടുള്ള പാരായണങ്ങൾ കേൾക്കുമ്പോൾ അവർ ആലോചിക്കുക എനിക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. പക്ഷെ അത് എല്ലാവർക്കും സാധ്യമായ ഒരു കാര്യമാണ് എന്നത് പലപ്പോഴും ആളുകൾ മറന്നു പോകുന്നു. ഇതിപ്പോൾ അറബി ഭാഷ നന്നായി പഠിക്കണം. ഇപ്പം നമ്മൾ പലതരം മെത്തേഡുകളുണ്ട് അതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആനിലെ പദങ്ങൾ, ചില പദങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഏതാണ്ട് ഇത്ര ശതമാനം എന്നൊക്കെ പറഞ്ഞാൽ അത്തരം പദങ്ങളുണ്ടല്ലോ. ഇപ്പൊ 80% 200 വേർഡുകൾ പഠിച്ചു കഴിഞ്ഞാൽ 80% ഭാഷയുടെ ഒരു സവിശേഷതയാണത്. അതിന്റെ ഒരു കോർ ഇത് കിട്ടും. അപ്പോൾ ആ നിലക്ക് നമ്മൾ ഖുർആനെ അപ്രോച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല അങ്ങനത്തെ സിലബസുകളുണ്ട്. അപ്പോൾ നമുക്ക് പരമാവധി പദങ്ങൾ ഇപ്പോൾ ഏത് ഭാഷയുടെയും ഞാൻ പ്രത്യേകിച്ച് അറബി പലപ്പോഴും പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ്. അവരോടൊക്കെ ഞാൻ കുട്ടികളോട് പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഭാഷയിലെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക, വൊക്കാബുലറി. ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടി സംസാരിക്കാൻ പഠിക്കുന്നത്? ആ കുട്ടിക്ക് നമ്മൾ ഇത് വാപ്പ, ഇത് ഉമ്മ, ഇത് പിന്നെ പ്ലേറ്റ്, ഇത് ചോറ്, ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ പദങ്ങളാണ്. ആദമൽ അസ്മാ കുല്ലഹ, തുടക്കം അവിടെ നിന്നാണല്ലോ നാമങ്ങൾ പഠിക്കുന്നത്. അപ്പൊ നമുക്കും ഖുർആൻ അപ്രോച്ച് ചെയ്യാനുള്ള ഏറ്റവും ഒന്നാമത്തെ വഴി ഈ ഖുർആനിലെ ഈ പദം എന്താണ്, ഇതിന്റെ ഗ്രാമർ പഠിക്കുന്നതിന് മുമ്പ് നമ്മളെ അതായത് ആദ്യം ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾ, അതായത് മക്കിയായ സൂറത്തുകൾ, ഒന്ന് ചെറിയ സൂറത്തുകളാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സൂറത്തുകളും ചെറിയ ചെറിയ ആയത്തുകളും അതിലെ പദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പറയും ഖുർആനിൽ എന്താണ് ഏറ്റവും ടഫായിട്ടുള്ള പദങ്ങൾ അതാണ് എന്ന് പറഞ്ഞാൽ വേർഡുകൾ മാത്രം പഠിപ്പിക്കുക. ആ വേർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ വളരെ ഈസിയാണ് എന്ന് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി അതിൻ്റെ വ്യാഖ്യാനം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല. അപ്പോൾ ഞാൻ ആദ്യം ഇറങ്ങിയിട്ടുള്ള ആയത്തെന്താ? ആദ്യം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അപ്പോൾ മിൻ അലഖ് എന്ന് പറയുമ്പോൾ സഹാബാക്കൾക്ക് അത് മനസ്സിലാക്കണമല്ലോ, റസൂലിനും അത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്? അന്നത്തെ കാലത്തുള്ള ആ അവരുടെ ഒരു എൽമ് വെച്ചിട്ടുള്ള ഒരു മീനിങ് ആണ്. ഇപ്പൊ അലക്ക് എവിടെ എത്തി? സയൻസ് വികസിച്ചതോടുകൂടി എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ അർത്ഥം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടി ഖുർആൻ, അല്ലെങ്കിൽ അതോടുകൂടി അത് തീരില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, തീരൂല എന്ന് മനോഭാവം വലിയൊരു പ്രശ്നമാണ്. ഈ നമ്മുടെ സമൂഹത്തിൽ ഈ മുൻകഴിഞ്ഞ വേദങ്ങളോട് അതിന്റെ അനുയായികൾ പുലർത്തിയ നീതികേട്, ഒമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ, ഇല്ല അമാനീയ, വേദമൊന്നും വേണ്ട, ഞങ്ങൾ ഇത് പഠിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. അവരുടെ ഒരു നിരക്ഷരതയാണത്, വേദം അറിയാത്ത, ഉള്ളടക്കം അറിയാത്ത. നമ്മുടെ ആളുകളും നേരത്തെ താജ് സാഹിബ് പറഞ്ഞ പോലെ ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല, ഞങ്ങളെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടില്ല എന്ന ഒരു മുൻധാരണ വെച്ചിരിക്കണം. പക്ഷെ ആ ധാരണ പൊളിച്ചതാണ് ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ. നമ്മൾ പടിഞ്ഞാറൻ ലോകത്ത് തന്നെ എടുത്തപ്പോൾ മർമഡുക്ക് പിക്താൻ, ഖുറാന് ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ എഴുതിയത് ആരാണ്? മുസ്ലിം സമൂഹത്തിൽ പിറന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തിയല്ല. മർമഡുക്ക് പിക്താൾ ഖുറാനിൽ ആകൃഷ്ടനാകുന്നു, ഇസ്ലാമിൽ ആകൃഷ്ടനാകുന്നു. പിന്നീട് ഈ പരിശുദ്ധ ഖുറാന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, ഇന്നും അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻ എന്താണ്, ലോകപ്രസിദ്ധമാണ്. മറിയം ജമീലെ പോലെയുള്ള ജീവിതത്തിൽ അല്ലാഹു അക്ബർ ബാങ്കുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ലാത്ത അറബി അക്ഷരങ്ങൾ കേട്ടിട്ടില്ലാത്തവരാണ് ഖുറാൻ പഠിച്ച് പാരമ്പര്യ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളവരെക്കാൾ വലിയ സംഭാവനകൾ. നിങ്ങൾ ഈ പറഞ്ഞ ഉമ്മിയ് എന്ന് പറഞ്ഞ ഒരു പ്രയോഗം ഉണ്ടല്ലോ, അത് ശരിക്ക് നല്ല പ്രസക്തമായ ഒരു സാധനം. എന്താണ് ഖുറാൻ ആ ടേം പ്രയോഗിക്കുന്നത് 2 രൂപത്തിലാണ്. അതിൽ ഒന്നാമത്തേത് വേദജ്ഞാനമില്ലാത്ത ആളുകൾ, അതായിരുന്നു അഹ്ലുൽ കിതാബ് അതായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖൗമിനെയും പരിഹസിക്കാൻ ഉപയോഗിച്ചിരുന്നത്. ഇത് ഉമ്മിയാണ്, ഉമ്മീയങ്ങളാണ്. രണ്ടാമത്തേത് അവരുടെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ വേദം ഇറക്കിയിട്ട് ഉമ്മീയങ്ങളായി ജീവിക്കുക, വേദം കാണാത്തതുപോലെ ജീവിക്കുക. മിൻഹും ഉമ്മിയൂന ലാ യഅലമൂന. ശരിക്ക് നമ്മളുടെ ഖൗമിന് അതല്ലെങ്കിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് ഒരു ആപ്റ്റായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഖുർആൻ പരിഗണിക്കാത്ത ആളുകൾക്ക് ആപ്റ്റായ ഒരു സാധനമാണ് ഒമിൻഹും ഉമ്മിയൂന. അതായത് ഖുർആൻ ഉണ്ടായിട്ട് ഒരു ഉമ്മിയായിട്ട് ജീവിക്കേണ്ടി വരിക എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും പ്രകടമായ ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഖുർആൻ പലപ്പോഴും ആളുകൾ ഖുർആൻ എടുക്കുക റമദാനാണ് മിക്കവാറും ആളുകൾ. അത് ഓക്കെ, അതിനകത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്, അലിഫുൻ ഹർഫ് ഖത്തമാണ്. ഖത്തമിന്റെ ബേസ് ഉണ്ട്. ആ ഖത്തമിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ
എല്ലാ റമളാനിലും കാന ജിബിരിയുൽ യൽഖൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ എന്ന് പറയുന്ന ഹദീസാണ് ഫയുദാരിസു. പക്ഷേ അതിലെ പ്രശ്നം എന്ന് വെച്ചാൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ന് പറഞ്ഞാൽ റസൂൽ അതിൻ്റെ അതോറിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ തഫ്സീറിൻ്റെ അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള പ്രവാചകനാണ്. അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ ഓതി പോകുന്നതല്ല. ഓതുന്നതിന് എന്താണ് പുണ്യമില്ല എന്നല്ല. അല്ല ഒരിക്കലും അതല്ല. അതായത് ഇപ്പോൾ അലിഫും അതാണ് പറഞ്ഞത്, ഒരു അലിഫ്ലാമിയും ഓതിയ 30 പ്രതിഫലമുണ്ട്. പക്ഷെ അതിനാണോ ഖുർആൻ? ഇപ്പം നമ്മളിപ്പം ചില ആളുകൾ ഖുർആനെ സമീപിക്കുന്നത് അതിൻ്റെ ഒരു ആയത്തെടുത്ത് വീട്ടിൽ കൂടുമ്പോൾ ആദാമിൻ ഫദ്ലി റബ്ബി, അല്ലെങ്കിൽ ഒരു ആയത്തുൽ കുർസി എടുത്തിട്ട്, അല്ലെങ്കിൽ അല്ലാഹു നൂറു സമാവാതി, അതൊക്കെ അതെല്ലാം നമുക്കൊരു ബർക്കത്തും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് അങ്ങനെ അംഗീകരിക്കാം, അതിനെ ഉൾക്കൊള്ളാം. പക്ഷെ അതേസമയം എന്തിനാണ് ഈ ഖുർആൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ? എല്ലാ സംഗതികൾക്കും ഒരു മാനുവലുള്ള, മനുഷ്യന്റെ ഒരു മാനുവലാണ് ഇത്. ശരിക്കും ഖുർആൻ ഒരു ജീവിത ഗ്രന്ഥമാണ്. സുഹൃത്ത് യാസിലാണ് ഇതൊക്കെയും നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ. പക്ഷെ ഇന്ന് നമ്മുടെ സമുദായത്തിന് ഖുർആൻ ഒരു മരണഗ്രന്ഥമാണ്. മരണത്തിന് ശേഷമാണ് പലരും ഖുർആൻ കയ്യിലെടുക്കുന്നത് തന്നെ. ഇത് ശരിക്കും ഇതിനെ മറ്റൊരാള് നമ്മൾ വേറൊരു ആംഗിളോട് പറഞ്ഞു, ഖുർആനേക്കാൾ മുസ്ഹഫിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ഹഫ് പ്രേമമാണ്. ഈ ജ്ഞാനലോകത്തിൽ ചർച്ചയുണ്ട്, തഫറുഖു ബൈനൽ ഖുർആനി വൽ മുസ്ഹഫ്. ഇത് രണ്ടും ഒന്നാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. സത്യത്തിൽ മുസ്ഹഫ് ഇല്ലാത്ത കാലത്ത് ഖുർആൻ ഉണ്ട്. അതിന്റെ ഏടാണ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥരൂപമാണ്. മുസ്ഹഫ് നശിക്കും. അതായത് ഇപ്പൊ ഈ മുത്തസിലാക്കള് ഉണ്ടാക്കിയ ചർച്ച തന്നെ ഖുർആൻ നശിക്കോ ഇല്ലേ? അഹ്ലുസുന്നയുടെ നിലപാട് ഖുർആൻ നശിക്കില്ല. പക്ഷെ മുസ്ഹഫ് നശിക്കും. കാരണം മുസ്ഹഫ് കത്തിച്ചാൽ കത്തും, അതില്ല. പക്ഷെ ഖുർആൻ ഇല്ലാതാകില്ല. ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ്, പലപ്പോഴും മുസ്ലിം സമൂഹം ആ മുസ്ഹഫിനെ കെട്ടിപ്പിടിക്കുകയോ അതിനെ വാരിപ്പുണരുകയോ അതിനെ തൊടുന്നതിന്റെ ഫിഖ്, ഖുർആൻ തൊടുന്നതിലൊക്കെ ഒതു കൊടുക്കണമെന്ന അഭിപ്രായം നമ്മൾ അതിനോട് ഉയർത്തിപ്പിടിക്കേണ്ടത്. പക്ഷേ ആ ഗ്രന്ഥരൂപം എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ മെറ്റീരിയൽ അത് ആണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി ഈ തൊട്ടുമുത്തല് ഇതിൽ മാത്രം പരിമിതമാവുകയും ഖുർആന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ തുടക്കത്തില് നമ്മളൊരു സമുദ്രങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സമുദ്രം നമുക്ക് പല രൂപത്തിൽ, ഇപ്പോൾ ഈ മുസഫ് എന്ന് പറയുന്നത് ശരിക്ക് ഈ ആംഗിൾ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ ആംഗിൾ ഹത്തുമ് തീർക്കുക എന്ന് പറയുന്ന സാധനം, അത് പുണ്യകരമായൊരു സംഗതിയാണ്. പക്ഷെ അത് ഇപ്പോൾ നമ്മളൊരാൾ കടൽ ആസ്വദിക്കുക പല രൂപത്തിൽ, സമുദ്രം പല രൂപത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരാൾ പുറത്തിങ്ങനെ ഇരുന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന ആസ്വാദന രീതി അതാണ്. ആ പരിപാടിയാണ് ഹത്തുമ്. നേരെ മറിച്ച് അതിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നാൽ അതിലെ മുത്തുകൾ, പവിഴങ്ങൾ, ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല, കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആളുകൾ ഇതിനെ സമീപിക്കുന്ന രീതി എന്ന് നമ്മൾ തന്നെ ഇപ്പോൾ തുടക്കത്തിൽ ഇതൊരു ബാലികറ മല എന്ന് മലയാളത്തിൽ പറയുമല്ലോ. അതായത് എനിക്ക് സാധ്യമല്ലാത്ത ഒരു സംഗതി. അപ്പോൾ അതിന് ഇപ്പം ഈ ആധുനിക കാലത്തിന് ധാരാളം എക്സാമ്പിൾ നമുക്ക് കിട്ടും. അതായത് ആളുകൾ ഇപ്പം ഈ ഖുർആനിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകളിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മളിപ്പം ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ഫോളോവേഴ്സ്, ഒരുപാടധികം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് നുമാൻ അലി ഖാൻ എന്ന് പറയുന്ന US ബേസ്ഡ് ആയിട്ടുള്ള പണ്ഡിതൻ. അദ്ദേഹം ശരിക്കും ഇതിൻ്റെ തുടക്കം ഇതുപോലെയാണ്. അതായത് കുത്തുബ കേൾക്കാം, അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹം തന്നെ എടുത്ത് പറയുന്നുണ്ട് പല പ്രഭാഷണങ്ങളിലും. കുത്തുബ കേൾക്കാൻ പോവും, അവിടെ പലരും ഇങ്ങനെ പറയും ഖുർആനെക്കുറിച്ച്, അല്ലെങ്കിൽ ഖുർആനിലെ തത്വങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യത്തിലെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എനിക്കിത് മനസ്സിലാവൂല, ഇതെന്റെ അങ്ങനെ തന്നെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. പൂട്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ആ പൂട്ടാണത്, അത് പൊട്ടിക്കണം. അപ്പോൾ ഇത് ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്നാൽ പിന്നെ എനിക്കിതൊന്ന് പഠിച്ചാലോ, അതായത് ഇങ്ങനെ ഇത്ര പ്രാപ്യമല്ലാത്തൊരു സംഗതി അല്ലല്ലോ ഇത്, എനിക്കൊന്ന് പഠിച്ചാലോ എന്നുള്ള നിലക്കാണ് അദ്ദേഹം സ്വന്തം നിലക്ക് തന്നെ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം അറബി ഭാഷയും ഖുർആന്റെ വളരെ അഗാധമായ പഠനത്തിലേക്കൊക്കെ ഒരുപാട് മില്യൺ കണക്കിന് ആളുകളെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തി. ഇതുപോലെയാണ് നമുക്ക് ധാരാളം ആളുകൾ അങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക്, ഞാൻ നേരത്തെ അതിനെക്കുറിച്ച് ഒരു സൂചന നൽകി, അതായത് എത്രയും പദങ്ങൾ, ഇപ്പോൾ ഒരു സാധാരണക്കാരന് ഇതിനെ ഏറ്റവും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ രീതി, എനിക്ക് ഒന്നും അറിയില്ല, ഖുർആനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ എങ്ങനെ ഇതിനെ സമീപിക്കും? ഒരായത്ത്, ഇപ്പോൾ ഒരു ദിവസം ഒരായത്താണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് 365 ആയത്ത് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ ഒരായത്തിൻ്റെ ഓരോ പദങ്ങളും, ആ പദം എന്താണത്, അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇത് മനസ്സിലാക്കാൻ ഒരുപാട് രീതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നും സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മനസ്സിലാക്കി
അതിനെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഒരാൾ ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് ചെലവഴിച്ചാൽ തീരാവുന്ന സംഗതിയുള്ളൂ. അതിലെ ഞാൻ ഈ ചരിത്രത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹുവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം സൂറത്തുൽ ബക്കറ 12 വർഷം കൊണ്ട് പഠിച്ചു എന്നാണ് ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുഖത്തിൽ പറയുന്നത്. തഅല്ലമ സൂറത്തുൽ ബക്കറ ഫീ സനത്തൈ അസറത്ത സന. അപ്പൊ 12 വർഷം കൊണ്ട് ഉമർ ഖത്താബ്, പിന്നെ 8 വർഷം എന്നൊരു റിവായത്തുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും 12 വർഷം വേണം ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് സൂറത്തുൽ ബക്കറ പഠിക്കാൻ. അപ്പൊ അദ്ദേഹം പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ വിശദാംശങ്ങളുണ്ട്. മിൻ ഹലാലിഹ വ അവാമിരിഹ, അതിന്റെ ഹലാലുകൾ, അതിന്റെ കൽപ്പനകൾ, വിധികൾ, അതിലെ ദുറൂസുകൾ എന്നൊക്കെ. അപ്പൊ ഇവിടെ ഈ താജ് സാഹിബ് പറഞ്ഞല്ലോ, ജീവിതം അതിനുവേണ്ടി തന്നെ ഒഴിഞ്ഞു വെക്കുമ്പോൾ ചിലപ്പോൾ അത്രയും വേണ്ടി വരില്ല. അദ്ദേഹം ഭരണാധികാരി ആയിരിക്കെ തന്നെ, വ്യാപാരി ആയിരിക്കെ തന്നെ ഒരു നിശ്ചിത സമയം അതിനുവേണ്ടി മാറ്റിവെച്ചതിന്റെ ഫലമായിട്ടായിരിക്കണം ഞാൻ ഏതായാലും ചരിത്രത്തിൽ ഒരു രേഖയാണ് 12 കൊല്ലം സൂറത്തുൽ ബക്കറ. അത് വേറെ സഹാബാക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 ആയത്തുകൾ പഠിക്കാൻ ഒരുപാട്, അതായത് ഞങ്ങൾ അതിൻ്റെ നിയമങ്ങൾ അതുപോലെ തന്നെ അത് ഞങ്ങൾ ജീവിതത്തിലേക്ക് കർമ്മത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അടുത്തത് പഠിക്കാറുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറയും. അപ്പോൾ അതിലെ പ്രശ്നം നമ്മളുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കുക. അതിപ്പോൾ ഖുറാൻ പാരായണമാണെങ്കിലും ഖുറാൻ പഠനമാണെങ്കിലും വേഗത്തിൽ അതൊന്ന് ഫുള്ള് പഠിച്ച് കഴിയണം എന്നുള്ളതാണ്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാൻ പഠനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഓരോ അക്ഷരത്തിനും ഓരോ ഹർഫിനും പ്രതിഫലം ഉണ്ടെന്ന് പറയണ്ടല്ലോ. എന്നിട്ട് അലിഫ് ലാ മീം എന്നുള്ളത് ഒരൊറ്റ ഹർഫല്ല, അത് 3 ഹർഫാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും എന്തിനാ? ഇത് ഇങ്ങനെ ആകെ പറത്തി വായിക്കാനല്ല എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും വെച്ചിട്ട് തന്നെ പഠിക്കേണ്ട ഒരു സാധനമാണ് ഖുറാൻ. അത് ഖുറാന് 23 വർഷം കൊണ്ട് ഇറങ്ങുന്നതിനെ കുറിച്ച് ഖുർആനൻ ഫറഖ്നാഹു ലിതഖറഉ അലന്നാസി അലാ മുക്സിൻ. ഇത് ഒറ്റയടിക്ക് അള്ളാഹ്ക്ക് ഇറക്കാൻ പറ്റും. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കിയിട്ടുള്ള രാവാണ്. അത് ഒറ്റയടിക്ക് അതേപോലെ ആർക്ക് കൊടുക്കാം? റസൂലിന് കൊടുക്കാം. പക്ഷെ അത് കൊടുക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായിട്ട് കെമിസ്ട്രി ഉണ്ടല്ലോ, 23 കൊല്ലം നീണ്ട ഒരു കാലയളവിൽ ഘട്ടം ഘട്ടമായി ഇറക്കി എന്നുള്ളത് അത് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. ഈ ഖുറാൻ എന്തിനാണ്? അതായത് അത് പറയുമ്പോൾ എനിക്ക് ഒരു നല്ല പുസ്തകമുണ്ട്, ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞ ആൾ എഴുതിയ പുസ്തകമാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. അതിൽ പറയുന്നത് വെച്ചാൽ നമ്മളൊരു ചെറിയ ചെറിയ ഹാബിറ്റുകൾ ജീവിതത്തിൽ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാവും. അതായത് അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ വലിയ മത്സരങ്ങൾ ജയിക്കുന്ന ആളുകൾ വരെ തോറ്റെടുത്തുനിന്ന് ജയത്തിലേക്ക് എത്തുന്നത് ചെറിയ മാറ്റം വരുത്തിയിട്ടാണ്. ഒരു ടെന്നീസ് കളിക്കാരൻ്റെ ഉദാഹരണം അതിൽ പറയുന്നത്. നമുക്കത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഷയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഖുറാൻ്റെ. അതായത് ചെറുതായിട്ട് തുടങ്ങുക. നമുക്ക് ഖുറാനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ ഒരായത്തിലെ പദങ്ങളുടെ അർത്ഥം 3 ഒരു ദിവസം 5 വാക്കുകൾ, പദങ്ങൾ, 10 പദങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്രാമറും ഈ സർഫും നഹുവും ഇതൊക്കെ നമുക്ക് വഴങ്ങും. ഒറ്റ പ്രശ്നമുള്ളൂ, നമുക്ക് അതിനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടോ, ഒരു പാഷൻ ഉണ്ടോ, അതൊരു മിഷനായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നത് മാത്രമേ ചോദ്യം. ഒരാളെ സംബന്ധിച്ച് ഞാൻ ഒരു ഖുറാൻ പഠിതാവാകണം മരണം വരെ, ചിലപ്പോൾ മുഴുവൻ പഠിച്ചോളണമെന്നില്ല. ആ ഒരു ലക്ഷ്യം ചിലപ്പോൾ കൈവരിക്കാൻ കഴിഞ്ഞാൽ പോലും ഇത് ഒരു ദൈവിക പദ്ധതിയാണ്. അത് പടച്ചോൻ എന്നെ ഏൽപ്പിച്ചതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുറാന വഅല്ലമഹു. നിങ്ങളിൽ ഖുറാൻ പഠിച്ചവനും പഠിപ്പിച്ചവനുമാണ് ഉത്തമൻ. അപ്പൊ അതൊരു ജീവിത അജണ്ടയായി മാറുക. അതിന് ഖുറാൻ ഒരു വൈകാരികമായിട്ട് ഏറ്റെടുത്താലേ ശരിക്ക് ഈ ഒരു കൺസിസ്റ്റൻസി വിഷയത്തിൽ കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അപ്പോൾ ആ അള്ളാഹുവിൽ നിന്നുള്ള ഒരു വേദമാണിത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നമ്മുടെ ഭാഷയിൽ കലാമാണിത് എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ആളുകളെ നമ്മൾ കേൾക്കും. ഇപ്പോൾ നിങ്ങൾ നോമാൻ അലി ഖാനെ കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ അവനെ കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതെന്താണ് നമ്മൾ നേരിട്ട് കാണുന്നത്, അതല്ലെങ്കിൽ കേൾക്കുന്ന ആ ഒരു ഫീല് ശരിക്കും ആരോടുണ്ടാവണം? അള്ളാഹുവിനോടുണ്ടാവണം. അള്ളാഹു നമ്മുടെ റബ്ബാണ്. അള്ളാഹു നമുക്ക് വേണ്ട ഗൈഡൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണത്. ഈ റൂട്ട് അനുസരിച്ച് ഞാൻ പോകേണ്ടത് എന്നുള്ളൊരു ഫീൽ ഉണ്ടായാൽ, അതുകൊണ്ടാണുള്ള സഹാബാക്കൾക്ക് ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയുന്നത്, ഖാലിദ് ബിൻ വലീദ് യുദ്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ ജിഹാദ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജിഹാദ് കഴിഞ്ഞ് വന്നാൽ നേരെ പള്ളിയിലേക്കാണ് പോവുക. എന്നിട്ട് പറയും ശകലന അൻകൽ ജിഹാദ് ഫീ സബീലില്ലാഹ്. ഖുർആൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കരഞ്ഞിട്ട് പറയും ജിഹാദ് കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയണില്ല. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സൂറത്തുൽ കാഫിറൂൻ ഓതിയ ചിലപ്പോൾ തെറ്റിപ്പോകുമായിരുന്നു, നിർത്താൻ പറ്റൂല.
അതായത് ഈ പ്രവാചകന്മാരുടെ നിയോഗത്തെപ്പറ്റി നബ്സല്ലാ അലൈഹി അടക്കം ഖുർആൻ പറയുന്നത് എന്താണ്? നാം പ്രവാചകനെ അയച്ചു എന്തിനാണ്? യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ. അപ്പോൾ ആദ്യം ഖുർആൻ പാരായണം പറയുന്നുണ്ട്. അത് തിലാവത്ത്, ഈ ഖുർആനിലൊരു പ്രയോഗം ഉണ്ടല്ലോ, തിലാവത്ത്. അതെ അതെ, അല്ലദീന ആതൈനാഹുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി. ഖുർആനെ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുക. എന്നിട്ട് പറയണ എന്താ? ഉനായിക യൂമിനൂന ബിഹി, അവരാണ് അതിൽ വിശ്വസിക്കുക. അപ്പോൾ ആ ആയത്ത് വലിയൊരു വിസ്മയമാണ്. തിലാവത്ത് ചെയ്യേണ്ട വിധം തിലാവത്ത് ചെയ്യുക. അപ്പൊ നമ്മൾ പലരും മനസ്സിലാക്കുന്നത് തജ്വീദ് മാത്രം വെച്ചിട്ടാണ് ആ ആയത്തിനെ വിശദീകരിക്കാറുള്ളത്. സത്യത്തിൽ മഹാന്മാരായ ഇബ്നു കസീർ അടക്കമുള്ള മുഫസ്സിറുകള് ഹഖ്ക തിലാവത്തി അല്ലദീന യത്ലൂനൽ കിതാബ ഹഖ്ക തിലാവ, ഖുർആൻ തിലാവത്ത് ചെയ്യേണ്ടി വരും. തിലാവത്ത് എന്ന് പറഞ്ഞാൽ അതിലെ വിധികൾ, അതിന്റെ പഠനം, അതിന്റെ മനനം ആ പദത്തിൽ തന്നെ ഉണ്ടല്ലോ. അത് ഉണ്ട്. തല എന്ന് പറഞ്ഞാൽ അത് പിന്തുടരുക. അതെ 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 അതെ. അപ്പൊ ഇത് ശരിക്ക് ആ 23 വർഷം മുതൽ, അതായത് സഹാബാക്കള് അല്ലെങ്കിൽ സാക്ഷാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിക്കുകയും അല്ലെങ്കിൽ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത 23 കൊല്ലം കൊണ്ടാണ്. ആ ഒരു സാധനം നമ്മൾ ഒരു കൊല്ലം കൊണ്ട് പഠിച്ചു തീർക്കണമെന്ന് നമ്മൾ ധൃതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. ഖുർആൻ അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തത് നമ്മൾ കാണുന്നത് എന്താണ്? അദ്ദേഹം അവർക്ക് ഓതിക്കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അദ്ദേഹം ഒരു മുഅല്ലിമായിരുന്നു, പഠിപ്പിക്കുകയായിരുന്നു. ഈ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു അനുഭവത്തിൽ, വായനയിൽ ഈ ഗുരു സാന്നിധ്യത്തിൽ നിന്ന് ശിഷ്യന്മാർ പഠിക്കുന്നതാണ് ഈ ഉപനിഷത്ത് എന്ന് പറയുമല്ലോ. ഈ ഹിന്ദു കൺസെപ്റ്റ് അനുസരിച്ച് വേദം കഴിഞ്ഞാൽ രണ്ടാം പ്രമാണം ഉപനിഷത്താണ്. ഉപ എന്ന് പറഞ്ഞ കൂടെ എന്ന് പറഞ്ഞ ഗുരുവിന്റെ കൂടെ നിന്ന് ശിഷ്യന്മാർ പഠിച്ച വേദ വിശദീകരണങ്ങളാണ്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിന് പറഞ്ഞു കൊടുത്ത പാഠങ്ങൾ, അതിനെ വിശദീകരിച്ചു കൊടുത്ത പ്രവാചകന്റെ സുന്നത്ത്, നമ്മുടെ രണ്ടാം പ്രമാണം എന്ന് പറയുന്നു. വേദം, ഉപനിഷത്ത്, സത്യത്തിൽ ഖുർആൻ, ഹദീസ്, ഗുരു സാന്നിധ്യം എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത് ഞാനൊരു മുഅല്ലിമാണെന്നാണ്. ഈ ഭാഷയിലൊരു വ്യത്യാസമുണ്ട്, മുദർരിസും മുഅല്ലിമും വ്യത്യാസമുണ്ടെന്നാണ്. അതായത് ഈ ഖുർആനെ കുറിച്ചുള്ള നമ്മളുടെ ഇപ്പം ഈ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ് അത്. അതായത് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഫൈസൽ സാഹിബ് പറഞ്ഞ ആ ഒരു പോയിന്റ് തന്നെ, അതായത് പഠനത്തിന് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയെ കുറിച്ചാണ്. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇന്നിപ്പോൾ ഒരു PhD നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡ് വേണം. ആ ഒരു ഗുരുകുല സമ്പ്രദായം തന്നെയാണ് ശരിക്കും വാസ്തവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്ന് സഹാബികൾ എങ്ങനെ ഖുർആൻ പഠിച്ചോ അത് തന്നെയാണ് ഇന്നത്തെ കാലത്തും ഈ ഏത് പഠനത്തിൻ്റെ ഒരു അവസാനത്തെ രീതി അതാണെന്നുള്ളതാണ്. അപ്പം പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ ഖുർആൻ പഠിക്കാനായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ഉസ്താദോ ഒരു അധ്യാപനം ഇല്ലെങ്കിൽ പോലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ല രീതി അത് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇത് പഠിക്കാൻ തീരുമാനിച്ചാൽ അതിന് പറ്റുന്ന ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അതിന് മാത്രം ഒരു വലിയ റിസോഴ്സ്. ഞാൻ ചെറിയൊരു വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അതൊരു സാധ്യതയാണ്. പഠിക്കാൻ തീരുമാനിച്ചാൽ അതും അതിനെ ഉപയോഗപ്പെടുത്താം എന്ന ഒരു സംഗതിയാണ്. മറ്റത് തന്നെ അതേസമയം ഒരു മസ്തിഷ്കമുള്ള, ജ്ഞാനിയായ, ചിന്തയുള്ള, ദൈവബോധമുള്ള ഒരു 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 മുഅല്ലിം, ഒരു ഗുരു ഉണ്ടാവുക എന്ന് പറയുന്നത് ഏത് പഠനത്തിനും ആവശ്യമാണ്. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിക നിയമങ്ങളിലേക്ക് അവൻ എത്തിച്ചേരേണ്ടതാണ്. അത് സൂക്ഷ്മതലങ്ങളിൽ പോകേണ്ടതാണ്. ഞാനതിൽ ഈ പുതിയ കാലത്ത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അറിവ് സമ്പാദിക്കുന്നത്, ഈ ലോകത്ത് ഈ തീവ്രവാദങ്ങൾ എന്തുകൊണ്ട് ഉടലെടുത്ത അവർ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ സൈറ്റുകളിൽ നിന്ന് കിട്ടുന്നതോ ഒക്കെ എടുത്തിട്ട് പഠിക്കുകയാണ്. അതേസമയം ഞാൻ ഈ പറഞ്ഞ ഗുണമുള്ള ഒരു 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 ഗുരു ഇല്ലെങ്കിൽ, ഇമാം ഗസാലി അറിവ് സമ്പാദനത്തിന് ഗുരുവിന്റെ സാന്നിധ്യത്തിന്റെ അനിവാര്യതയെ പറ്റി പറയുന്നത് രണ്ടും കൂടി ഇപ്പൊ നമുക്ക് ഒരു ജമ്മ പറയാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താ വെച്ചാല് ഇതാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം മാത്രം അവലംബിച്ച് അതുമല്ല, ഇപ്പൊ ഒരാള് ഇതൊന്നുമില്ല, അപ്പൊ അയാള് പടച്ചതമ്പുരാന്റെ മുന്നിൽ നിന്നിട്ട് പഠിച്ചോനെ എനിക്കിത് പഠിക്കാനുള്ള ഒരു അവസരമില്ലായിരുന്നു എന്നും ഒരാൾക്ക് പറയാൻ പറ്റില്ല. അതിന് മാത്രം വഴികളുണ്ട്. ഞാൻ എപ്പോഴും പറയാം, ദ്രോണരെ ഗുരുവായിട്ട് കിട്ടാതെ വന്നപ്പോ ദ്രോണരുടെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അസ്ത്രാഭ്യാസിക്കാനാണ് ഏകലവ്യൻ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഇപ്പോൾ ഖുർആൻ ഇനിയിപ്പോൾ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്നിങ്ങനെ കുറച്ച് തല വെച്ചിട്ടാണ് ഓതുന്നത് എങ്കിൽ അയാൾ ഒരു ഹിസ്റ്ററിയും അറിയില്ലെങ്കിലും കുറേയൊക്കെ സംഗതികൾ, ഇപ്പോൾ ഞാൻ 1-2 ഉദാഹരണം, ഇപ്പോൾ ഫിർഔൻ എന്ന് കേൾക്കുമ്പോൾ ഫിർഔന് ചരിത്രത്തിൽ ഫിർഔനാണ്,
പക്ഷെ വർത്തമാനത്തിൽ നമുക്ക് ഫിർഔൻ നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ യജൂജ് മഅജൂജ്. യജൂജ് മഅജൂജ് എന്ന് പറഞ്ഞാൽ മുഫസ്സിറുകൾ ഇങ്ങനെ എന്താണ് അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഒരുപാട് അഭിപ്രായമുള്ള. പക്ഷെ ഇപ്പോൾ കറണ്ട് ഒരു ആഗോള സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ യജൂജ് മഅജൂജ് എന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ തലയിൽ ഒരു യജൂജ് ഒരു മഅജൂജ് കൃത്യമായിട്ട് വരില്ലേ. അതല്ലെങ്കിൽ ഇപ്പോൾ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറയും. അബൂ ലഹബ്, ശരിക്കും അബൂ ലഹബിൻ്റെ പേരെന്താ? അബ്ദുൽ ഉസ്സ എന്നാണ് പേര്. അബൂ ലഹബ് എന്ന് അറിയപ്പെടാനുള്ള കാരണം അയാളുടെ ആ ഒരു മുഖത്തിൻ്റെ പ്രഭയാണ്. അത് ആളുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ വന്നിട്ട് പൊതിഞ്ഞു നിന്നിരുന്നു എന്നാണ്. ശരിക്കും നമ്മുടെ സെലിബ്രിറ്റികൾ എന്താ? അതായത് തെറ്റിലേക്ക് നയിക്കുന്ന സെലിബ്രിറ്റികൾ, അത് മേക്കപ്പിൻ്റെ പ്രഭ എന്നായിക്കൊള്ളുന്നില്ല. അയാളുടെ അങ്ങനെ ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന പ്രഭയുള്ള എല്ലാ. അപ്പോൾ തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അയാളുടെ ആ, അതായത് ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ ധനമോ അല്ലെങ്കിൽ അയാളുടെ പ്രശസ്തിയോ. അപ്പൊ ഞാൻ പറയുന്നത് മേക്കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആളുകൾ നിറഞ്ഞിങ്ങനെ തടിച്ചു കൂടി നിൽക്കുന്ന എല്ലാ അപ്പോൾ യജൂജ് മഅജൂജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ എന്താണ് ഫിർഔന് എന്ന് പറയുമ്പോൾ, ഇത് അതിൽ ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ബനു ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അങ്ങോട്ട് ചെല്ലാം, വാഗ്ദത്ത ഭൂമിയിലേക്ക് ചെല്ലാൻ പറയാം. കാലു ഇന്ന ഫീഹ ഖൗമൻ ജബ്ബാരീൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങോട്ട് പോവില്ല ഹത്താ യഖ്റുജു മിൻഹാ എന്ന് പറയും. ശരിക്കും ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് ഖൗമൻ ജബ്ബാരീൻ, ഇപ്പുറത്തോ ഭീരുക്കളായ ആളുകൾ. എന്നിട്ടോ ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ എങ്ങനെയെങ്കിലുമൊക്കെ കൊന്ന്, അതായത് പട്ടിണിക്കിട്ട് ബോംബെറിഞ്ഞ്, ദൂരെ നിന്ന് ബോംബെറിഞ്ഞ് കൊന്ന് പോലൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇങ്ങനെ കുറെ സാധനം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഒരുപാട് ഖുറാന്റെ ചരിത്ര പാഠങ്ങൾ, ചരിത്രം ആവർത്തനക്ഷമതയുള്ള ഒരു പ്രതിഭാസമാണ്. ഉള്ളടക്കം ഒന്ന് തന്നെയാണ്, കഥാപാത്രങ്ങൾ മാറുന്നുള്ളൂ. ആ അർത്ഥത്തിൽ ഖുറാനെയോ ഖുറാന്റെ ചരിത്രത്തെയോ നമ്മുടെ സമൂഹത്തിന്, സമുദായത്തിന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതായത് അതിനകത്ത് ഇപ്പം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ ഒന്നുകൂടെ തിരിച്ചു വന്നാലേ, ഇതിനൊരു തുറന്ന മനസ്സോടുകൂടി നമ്മൾ സമീപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനം. രണ്ട്, ഇത് എനിക്കും ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്, എനിക്കും ഇത് ചെയ്യാൻ പറ്റും, എനിക്കും പഠിച്ചെടുക്കാൻ പറ്റും എന്ന മനസ്സോട്. മൂന്നാമത്തത് അതിൻ്റെ ചെറിയ ചെറിയ ലളിതമായ വഴികൾ. ആദ്യം തന്നെ ഒരുപാട് പ്രയാസം ഏറ്റെടുത്ത് ആദ്യം തന്നെ അറബി ഗ്രാമർ പഠിച്ചാലേ എനിക്ക് ഖുറാൻ മനസ്സിലാവുള്ളൂ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകരുത്. എനിക്ക് മനസ്സിലാവുന്ന ഏതാണോ എൻ്റെ ഏറ്റവും എളുപ്പം വഴി, അതിനൊരു ഗുരുവിനെ കിട്ടുമെങ്കിൽ, ഇപ്പോൾ ഫൈസൽ സാഹിബ് നേരത്തെ പറഞ്ഞതിനോടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വന്നാൽ, അതായത് എല്ലാവർക്കും ഒരു ഗുരുവിനെ, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വിശേഷണങ്ങളുള്ള ഒരു ഗുരുവിനെ കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. ഒന്ന്. രണ്ട്, ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്ക് അതിനൊന്നും നേരമില്ല. എല്ലാം വളരെ ചെറിയ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ ഒക്കെ വളരെ കുറഞ്ഞ ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളവർക്ക് സമീപിക്കാൻ പറ്റുന്ന ഒരുപാട് ടൂളുകളുണ്ട്. അപ്പം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കൊരു ന്യായമില്ല ഇന്ന് ഖുർആൻ പഠിക്കാതിരിക്കാൻ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഖുർആൻ പഠിക്കുക, അത് മനസ്സിലാക്കുക, അതിനെ ഏറ്റവും നമുക്ക് നമ്മുടെ സാഹചര്യത്തിനും നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങൾക്കും അനുഗുണമായ രൂപത്തിൽ അതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക എന്നതിൽ നിന്ന് ആർക്കും ഒഴിവില്ല. അപ്പോൾ നാളെ പരലോകത്ത് പടച്ചോൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഖുർആനെ നിങ്ങൾ മഹജൂറായിട്ട് സ്വീകരിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അവനെ നാളെ അന്ധനായിട്ടാണ് അള്ളാഹു എഴുന്നേൽപ്പിക്കുക. അപ്പൊ ചോദിക്കും, അള്ളാഹു നീ എന്തിനാണ് എന്നെ അന്ധനായി എഴുന്നേൽപ്പിച്ചത്? അപ്പൊ പഠിച്ചോ കണ്ട കഥാലിക്ക ആയാത്തുന ഫനസീൻ, എന്റെ വചനങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു ദുനിയാവിൽ, പക്ഷെ നീ നമ്മള് ഈ നിന്നെ ഞാനും അപ്പൊ കുറച്ച് പഠിച്ചു വരിക എന്നുള്ളത് തന്നെ വളരെ സിമ്പിളാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ഖുർആന് ഹുദയാണെന്ന് പറയുമ്പോൾ ഖുർആൻ മുഴുവൻ പഠിച്ചാലേ ഒരാൾ സന്മാർഗത്തിലെത്തൂ എന്ന അർത്ഥമില്ലല്ലോ. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞത് ആകെ 4 ആയത്തേ കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും മാറി. ജുബൈർ ബിൻ മുത്തൈം, അദ്ദേഹം മുശ്രിക്കുകളുടെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹം മദീന പള്ളിയിലേക്ക് വരുന്നെന്തിനാ? ബദറിൽ പിടികൂടിയിട്ടുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ റസൂലിനോട് സംസാരിക്കാൻ. അപ്പൊ റസൂല് മഗ്‌രിബ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സൂറത്ത് തൂർ ഓതിയിട്ട്. ഇതിങ്ങനെ കേട്ടിട്ട് ഇയാള് ബന്ദികളെ വാങ്ങാൻ വന്നതാണ്. അതോടുകൂടിയിട്ട് കാത കൽബി യത്തീർ, എൻ്റെ ഹൃദയം പറന്നു പോകുന്ന ഒരു ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹം തിരിച്ചു പോയിട്ട് പിന്നെ ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ടാണ് വരുന്നത്. അപ്പൊ കുറച്ച് 1-2 ആയത്തുകൾ പഠിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഒരു ഭാഗം അവസാനിപ്പിക്കണം. അതായത് ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ മതജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നവർക്ക് യാസീൻ അവരുടെ അടുത്ത് ഓതുന്ന,
ഞാനതിന്റെ ഫിഖിലേക്ക് കിടക്കില്ല, അത് ഓതട്ടെ. അഖറഉ സൂറത്ത് യാസീൻ അലാ മൗതാക്കും. അതെ, ആ ഓത്ത് ഇപ്പോ മരണ ആസന്നർക്ക് ഇഖറഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. ഇപ്പോ മരിച്ചവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്നുണ്ട്. അതിന്റെ തെളിവെന്താ? ലക്കീനു അലാ മൗതാക്കും ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ മൗത്ത എന്നുള്ള ബഹുവചനം അതെ, മരണമാസന്നമായവർക്ക് അതുപോലെ മരിച്ചവർക്ക് എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. പക്ഷെ അത് പ്രാക്ടിക്കലി എന്ത് അതെ, അത് അപ്പോ ഒരു വചനത്തെ മരണ ആസന്നർക്കാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുന്നത്. അതേ സംഗതി തന്നെ യാസീൻ ആകുമ്പോഴും സത്യത്തിൽ മരണ ആസന്നർക്കാണ് യാസീൻ ഓതി കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും, ഈ മരണ ആസന്നർക്ക് എന്തിനാണ് യാസീൻ ഓതിയത്? സത്യത്തിൽ വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം എന്താ പറയുമോ, യാസീന്റെ അവസാന ഭാഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്കുള്ള പരലോകത്തിലേക്കുള്ള അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ എന്ന് പറഞ്ഞിട്ട് പുനർ എഴുന്നേൽപ്പിനെ അടുത്ത ജീവിതത്തെ പറ്റിയാണ്. പ്രതീക്ഷ കൊടുക്കുകയാണ്. അവൻ ചോദിക്കുകയാണ്, ഇനി ആരാണ് എന്നെ സൃഷ്ടിക്കുക? അൻഷാഹ അവ്വല മർറത്തിൻ യൂഹിയല്ലദി അൻഷാഹ അവ്വല മർറത്തിൻ നിന്നെ ആദ്യം സൃഷ്ടിച്ചവൻ തന്നെ നിന്നെ രണ്ടാമത് സൃഷ്ടിക്കൂടോ എന്ന് പറയുമ്പോ എന്റെ ജീവിതം അവസാനിക്കല്ല, എന്റെ ജീവിതം എന്ത് ചെയ്യാണ്? വീണ്ടും അടുത്ത ലോകത്ത് ആരംഭിക്കുകയാണ് എന്നൊരു പ്രതീക്ഷയാണ്. സത്യത്തിൽ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പരലോകത്തിന്റെ പ്രതീക്ഷയാണ് സൂറത്ത് യാസീൻ എന്ത് ചെയ്യുന്നത്? എന്നിട്ട് പറഞ്ഞു അത് ഖുർആനെ കുറിച്ച് പറയുന്നിടത്ത് ഇപ്പോ ഖുർആൻ ചെയ്യുന്ന പണി എന്താ? അതായത് മഴയെ കുറിച്ചാണ് ഉപമ വെക്കുന്നത്. മഴ എന്ന് പറയുന്നത് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നത്. അതേ പണിയാണ് എന്ത് ഖുർആൻ ചെയ്യുന്നത് എന്ന്. അതാണല്ലോ യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വറസൂലി ഇദാ ദഅാകും ലിമാ യുഹീക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇഹിയ നമ്മളൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മളൊക്കെ നന്ന അന്തസ്സായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ ഖുർആനില്ലാണ്ട് എന്തില്ല, ജീവിക്കാൻ പറ്റില്ല, ഒരു ജീവനില്ല എന്നുള്ളതാണ്. നമുക്കിത് ഏതായാലും ഖുർആനെ കുറിച്ചുള്ള ചർച്ച അവസാനിക്കുന്നില്ല. നമുക്ക് ഈ തൽക്കാലം ഈ ഒരു സംഭാഷണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത് അതാണ്. നമ്മൾ ആരും ഖുർആനെ സമീപിക്കുന്നിടത്ത് ഇത്തരം മുൻവിധികളോ അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല എന്നോ ഇതൊരു പ്രയാസകരമായ ഒരു സംഗതിയാണെന്നോ കരുതേണ്ടതില്ല. മറിച്ച് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കിയെടുക്കാനും വളരെ വളരെ അയത്നലളിതമായിട്ട് ഇതിനോട് നമുക്കൊരു നല്ലൊരു ഇന്ററാക്ഷൻ, ഒരു എൻഗേജ്മെന്റ്, ഖുർആൻ അതാണല്ലോ ഈ റമദാൻ നമുക്ക് അതിനുള്ളൊരു പ്രചോദനമാവുക. അതായത് തുടക്കം ഇവിടെ മുതൽ തന്നെ നമ്മളത് ഖുർആനുമായിട്ട് എൻഗേജ് ചെയ്യുക നിരന്തരം. എനിക്ക് പഠിക്കാനും ഖുർആൻ എന്നോട് സംസാരിക്കുന്നു, അള്ളാഹു എന്നോട് സംസാരിക്കുന്നു എന്ന രൂപത്തിൽ അതിനെ നമ്മൾ കാണുകയും അതിൽ നിന്ന് എന്താണോ ഓരോ ദിവസവും നമ്മൾ ഒരു ആയത്താണ് ഓതണമെങ്കിൽ ആ ആയത്തിൽ നിന്ന് 5 പദം 6 പദം എത്രയാണോ നമുക്ക് പറ്റുന്നത് അത് മനസ്സിലാക്കി ഓരോ ദിവസവും അതിനെ ഒരു നല്ല മനസ്സോടുകൂടി അതിനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഖുർആനെ ആ ഒരു രൂപത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും സാധിക്കും. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.